നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി വിൽപ്പന, സൈബർ ലഹരി വിൽപ്പന സംഘത്തെ ഇന്ന് NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തകർത്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാന ഇടനിലക്കാരൻ മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസൺ എന്ന യുവാവാണ്. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഈ ശൃംഖല തകർത്തത്. ലെവൽ 4 എന്ന വിശേഷണത്തിലാണ് ഡാർക്ക് വെബിലെ ലഹരി ശൃംഖലയായ കെറ്റാമലോൺ പ്രവർത്തിച്ചിരുന്നത്. ലെവൽ 4 സൂചിപ്പിക്കുന്നത് ലഹരി വിൽപ്പനയുടെ അളവും ആഴവും കൂടിയാണ്. വിദേശത്തു നിന്ന് കൊച്ചിയിലെത്തിയ ലഹരി നിറഞ്ഞ രഹസ്യ പാഴ്സലാണ് നിർണായകമായത്. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജ്യത്താകെ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് പാഴ്സൽ വരി ലഹരി കടത്തുന്ന സൈബർ ഇടത്തിലേക്കും അതിന്റെ ശൃംഖലയിലേക്കും അന്വേഷണമെത്തിയത്. രഹസ്യമായി NCB നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ ലഹരി ശൃംഖലയുടെ മാസ്റ്റർ ബ്രെയിൻ മൂവാറ്റുപുഴ സ്വദേശി എഡിസണിലേക്കാണ്. 2 വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തിവരികയാണ്. 6 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് NCBക്ക് ലഹരി ശൃംഖലയിൽ കടന്നുകയറി പ്രതിയെ പിടിക്കാനായത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 1127 LSD സ്റ്റാമ്പുകളും 131.36 ഗ്രാം കെറ്റാമിനും കണ്ടെത്തി. 70 ലക്ഷം രൂപ വില മതിക്കുന്ന ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തിയിട്ടുണ്ട്. ട്രാൻസാക്ഷനുകൾ ക്രിപ്റ്റോ മറയിലായിരുന്നു. ഇതിനു പുറമെ ഇടപാട് ഡാർക്ക് വെബിലായതിനാൽ ഇടപാടുകാരും കച്ചവടക്കാരും പരസ്പരം അറിയുകയുമില്ല. ഡാർക്ക് വെബിലെ മേൽവിലാസമില്ലാത്ത ഐഡികളായിരിക്കും ഡീൽ സംസാരിക്കുന്ന ഇടം. ഇതും പ്രതികളിലേക്ക് എത്താൻ പ്രതിസന്ധിയായി. ഡാർക്ക് വെബ് വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിരിക്കുന്നത് ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ 14 മാസത്തിനിടെ കെറ്റാമിലോൺ 600 ഷിപ്മെന്റ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ NCBയുടെ നിർണായക നീക്കം. ഒടുവിൽ പിടിയിലാക്കുന്നത് മുഖ്യകണ്ണി. അന്വേഷണം പല രീതിയിൽ വ്യാപിപ്പിക്കുമ്പോൾ ഇനിയും ആരൊക്കെ പിടിയിലാകും? കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തത തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഹാരിസിന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് ഇടയാക്കിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ ഒരു ഗവൺമെന്റ് സർവന്റ് നല്ല ആത്മാർത്ഥതയുള്ളയാള്, അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്നയാള്, അഴിമതി തീണ്ടാത്തിയാണ്. അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഭാഗമായ ഒരു അതൃപ്തി ഉണ്ടായാൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയാകും. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് ഡോക്ടർ ഹാരിസ് ഹസന്റെ മറുപടി വരുന്നു. പാവപ്പെട്ട രോഗികളുടെ മനസ്സ് വേദനിക്കുമ്പോൾ, ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്റെ മനസ്സ് വേദനിക്കും. തന്റെ പ്രതികരണത്തിന് മുന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ല. പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ 24നോട് പറഞ്ഞു. പാവപ്പെട്ട രോഗി നിന്ന് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും. അങ്ങനെ ആ ഒരു മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണ് അത്. അപ്പോൾ അത് ലക്ഷ്യം ശരിയായിരുന്നു, പക്ഷേ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തി, കാര്യങ്ങൾ അതുകൊണ്ട് ഫലപ്രാപ്തിയിലെത്തി. നമ്മൾ ശസ്ത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ താമസം വരുമ്പോൾ രോഗിക്ക് അപായം സംഭവിക്കുന്നത് ആണല്ലോ കൂടുതൽ പ്രധാനം. അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്കത് കൂടുതൽ വേദനാജനകമായിരുന്നേനെ. ഇതിനകത്ത് നമുക്കങ്ങനെ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. പക്ഷെ അത് പ്രതികരിച്ചതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് എത്തിയത്. ഇല്ലെങ്കിൽ അത് പ്രതികരിച്ചിരുന്നില്ലെങ്കിൽ അത് അങ്ങനെ എത്തില്ല. അത് പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ ആ സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ പ്രതികരണം തുറന്നു പറച്ചിൽ അത് ഫലം കണ്ടു. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഇന്ന് പുനരാരംഭിച്ചു. ഹൈദരാബാദിൽ നിന്നടക്കം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇന്ന് വിമാനം വഴി എത്തിച്ചു. എന്നാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റിയേക്കുമെന്നാണ് വിവരം. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. യൂറോളജി വിഭാഗം മേധാവിയുടെ പരസ്യ പ്രതികരണവും തുടർ വിവാദവും വേണ്ടിവന്നു പ്രശ്നപരിഹാരത്തിന്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു. ഇതോടെ യൂറോളജി വിഭാഗത്തിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു.
അതേസമയം സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി. ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGM-CTA പ്രതിഷേധ സംഘടിപ്പിച്ചു. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ മാർച്ച്. വയനാട് മാനന്തവാടി, പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ ഈ നാട്ടിൽ വരുമെന്നുള്ള സംശയമില്ല. പക്ഷെ ആ 8 മാസത്തേക്ക് കൂടി ജനങ്ങളെ ഇത് അനുഭവിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടുവരുത്തിയെന്ന ആരോപണം വീണ്ടും ഉന്നയിച്ച് മുൻ വാർഡ് കൗൺസിലർ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ കൂടി ഉൾപ്പെടുത്തി മനുഷ്യാവകാശ കമ്മീഷന് പരാതി പുതുക്കി നൽകിയിരിക്കുകയാണ് GS ശ്രീകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടാക്കിയിരുന്നു എന്ന മുൻ പരാതിക്ക് വീണ്ടും ജീവൻ വെച്ചു. അത്യന്തം സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട TURP ശസ്ത്രക്രിയാ യന്ത്രം മനഃപൂർവ്വം കേടാക്കിയെന്നായിരുന്നു 2023 GS ശ്രീകുമാർ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതി. ഞാൻ കൊടുത്ത 2 പരാതികൾ, 1 ഉപകരണങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചു, 2 ഉപകരണങ്ങൾ അത്യാവശ്യത്തിന് ഇല്ലാത്തത് കാരണം ഓപ്പറേഷനുകൾ മുടങ്ങുന്നു. അന്നത്തെ 2023 130 ഓപ്പറേഷനുകൾ മാറ്റിവെച്ചു. അതാണ് എൻ്റെ പരാതി. ആ പരാതി 2023 മുതൽ 25 വരെയും ഇതിവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന ഡോക്ടർ മീന ഡിയുടെ നേതൃത്വത്തിൽ 3 അംഗ സമിതി നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞു. വാറന്റി കാലാവധി കഴിയുന്നതിനു മുമ്പ് അത്തരമൊരു കേടുപാട് യന്ത്രത്തിനുണ്ടാകില്ല എന്ന് മാനുഫാക്ചറിംഗ് കമ്പനിയും റിപ്പോർട്ട് നൽകി. എന്നാൽ ഇതെല്ലാം തള്ളുന്നതിനൊപ്പം പരാതിക്കാരനെ പഴിചാരുന്നതായിരുന്നു 2 മാസം മുമ്പ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ട്. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ തന്റെ പരാതി ശരിവെക്കുന്നു എന്നതിനാലാണ് മനുഷ്യാവകാശ കമ്മീഷനെ കാര്യങ്ങൾ വീണ്ടും ബോധിപ്പിച്ചതെന്ന് GS ശ്രീകുമാർ 24 പറഞ്ഞു. 24 തിരുവനന്തപുരം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ ഇന്ന് VSനെ ആശുപത്രിയിൽ എത്തിക്കണ്ടു. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് VS അച്യുതാനന്ദന്റെ ആരോഗ്യനില വിലയിരുത്തി. രക്തസമ്മർദ്ദം, ഹൃദയത്തിന്റെ പ്രവർത്തനം, അണുബാധ എന്നിവയിലാണ് ആശങ്ക. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ തുടരുന്ന ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെയും തീരുമാനം. ഇതനുസരിച്ച് ഡയാലിസിസ് പുനരാരംഭിച്ചു. അണുബാധ തടയാൻ ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി VSനെ സന്ദർശിച്ചു. ഡയാലിസിസിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് അവരാലോചിക്കുന്ന കാര്യം. നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും VSൻ്റെ നിശ്ചയദാർഢ്യവും VS വ്യായാമമൊക്കെ ചെയ്ത് ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് VSനുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. മന്ത്രിമാരായ P പ്രസാദ്, J ചിഞ്ചുറാണി എന്നിവരും ഇന്ന് VSനെ കാണാനെത്തി. 24 തിരുവനന്തപുരം. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേറ്റു. കണ്ണൂരിൽ മുഖ്യമന്ത്രിയും പുതിയ DGPയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ അനുമതി ലഭിച്ചതിനു പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത്. രാവിലെ 7 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ADGPമാർ ചേർന്ന് റവാഡ ചന്ദ്രശേഖറെ സ്വീകരിച്ചു. പിന്നാലെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H വെങ്കടേഷിൽ നിന്ന് അധികാരമേറ്റെടുത്തു.
ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചുമതലയേറ്റ ശേഷം റവാഡ ചന്ദ്രശേഖർ. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ പോലീസ് മേധാവി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകനല്ലാത്തയൊരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകളുമായി ചെന്ന് പരാതി ഉന്നയിച്ചു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് DGPയോട് ചോദ്യങ്ങൾ ഉയർത്തിയത്. അതേസമയം കണ്ണൂരിലെത്തിയ റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിൽ സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിലും പുതിയ പോലീസ് മേധാവി പങ്കെടുത്തു. തിരുവനന്തപുരം, കണ്ണൂർ. റവാഡ ചന്ദ്രശേഖരെ പുതിയ പോലീസ് മേധാവിയായി നിയമിച്ചതിൽ ന്യായീകരണവുമായി CPIM നേതാക്കൾ. CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വരെ നിയമനത്തെ ന്യായീകരിച്ച് രംഗത്തെത്തി. എന്നാൽ കേന്ദ്ര സർക്കാരുമായുള്ള ധാരണയാണ് നിയമനത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് നോ കമന്റ്സ് എന്നായിരുന്നു റവാഡ ചന്ദ്രശേഖറിന്റെ പ്രതികരണം. കൂത്തുപറമ്പ് വെടിവെപ്പിന് പിന്നാലെ CPIM പ്രതിസ്ഥാനത്ത് നിർത്തിയ റവാഡ ചന്ദ്രശേഖറെ പോലീസ് മേധാവിയാക്കിയതോടെ അതിനെ ന്യായീകരിക്കാനുള്ള മത്സരത്തിലാണ് CPIM നേതാക്കൾ. വ്യക്താക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്, അല്ലാണ്ട് റവാഡ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലോ കൊന്നത്. നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ P. ജയരാജൻ നിശബ്ദത പാലിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വരെ ന്യായീകരണവുമായി രംഗത്തെത്തി. ഇപ്പം നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും റവാഡ ചന്ദ്രശേഖരൻ 2 ദിവസം മുമ്പ് ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കി നേരെ സർവീസിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നേരെ അവിടെ വന്നു. എന്നിട്ട് ഈ സംഭവത്തിന് ആകെ നേതൃത്വം നൽകി കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങ് വെടിവെച്ചു എന്ന് പറയുന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് വസ്തുതയാണ്. പ്രതിപക്ഷമാകട്ടെ പോലീസ് മേധാവി നിയമനത്തിൽ കേന്ദ്ര സർക്കാരുമായി ധാരണയെന്ന് ആരോപിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ DGP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചേരിതിരിഞ്ഞ് ആരോപണ യുദ്ധം മുറുകുമ്പോൾ റവാഡ ചന്ദ്രശേഖർ വിവാദ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം സർക്കാർ കാര്യമെന്നായിരുന്നു CPIയുടെ പ്രതികരണം. ന്യായീകരണങ്ങൾ പലത് നിരത്തിയാലും കൂത്തുപറമ്പ് വെടിവെപ്പിനെ വൈകാരികമായി കാണുന്ന CPIM അണികൾക്ക് നിയമനം ബോധ്യമാകാൻ നേതൃത്വത്തിന് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് 24. മാർക്ക് ഏകീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ കീം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനാണ് എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക്. 76,230 പേരാണ് എഞ്ചിനീയറിംഗ് പഠനത്തിന് യോഗ്യത നേടിയത്. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം 2025 പ്രവേശന പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. എഞ്ചിനീയറിംഗിൽ മൂവാറ്റുപുഴ കല്ലൂർക്കാട് സ്വദേശി ജോൺ ഷിനോജ് 1ാം റാങ്ക് നേടി. 2ാം റാങ്ക് എറണാകുളം ചെറായി സ്വദേശി ഹരികിഷൻ ബൈജുവും 3ാം റാങ്ക് കോഴിക്കോട് കാക്കൂർ സ്വദേശി BN അക്ഷയ് ബിജുവും സ്വന്തമാക്കി. 1ാം റാങ്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ജോൺ ഷിനോജ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷത്തായിട്ടൊക്കെ കാരണം ഞാൻ സ്റ്റേറ്റ് വരുന്നു. അപ്പോൾ 20ന്റെ അടുത്തൊക്കെയാണ് പ്രതീക്ഷിച്ചുള്ളൂ. എന്നാലും വളരെ സന്തോഷമുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പെൺകുട്ടികളിൽ സംസ്ഥാനത്ത് 1ാമതെത്തിയത് പൊതു റാങ്കിങ്ങിൽ 9ാം റാങ്ക് നേടിയ കൊല്ലം പെരുമ്പുഴ നികേതത്തിൽ ദിയ രൂപയാണ്. SC വിഭാഗത്തിൽ കാസർഗോഡ് നീലേശ്വരത്തെ ഹൃദിൻ S. ബിജുവും ST വിഭാഗത്തിൽ കോട്ടയം മണാർക്കാട് കൊട്ടാരത്തിൽ KS. ശബരിനാഥും 1ാം റാങ്ക് നേടി. 86,549 പേർ പരീക്ഷ എഴുതിയതിൽ 76,230 പേരാണ് എഞ്ചിനീയറിംഗിന് യോഗ്യത നേടിയത്. ഇതിൽ രേഖകൾ പരിശോധിച്ച ശേഷം 67,505 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ടോപ്പേഴ്സായി വന്ന എല്ലാ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നീതി കിട്ടാവുന്ന നിലയിൽ ഏറ്റവും ശാസ്ത്രീയമായ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സാണ് അവലംബിച്ചിട്ടുള്ളത്. ബിഫാം പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് ആലപ്പുഴ പത്തിയൂർ സാരംഗത്തിൽ അനഘ അനിലിനാണ്. 2ാം റാങ്ക് കോട്ടയം ആർപ്പൂക്കര പുല്ലാട്ട് ഹൌസിൽ ഋഷികേഷ് R. ഷേണായിയും 3ാം റാങ്ക് മലപ്പുറം എളംകുളം മാടയിൽ ഹൌസിൽ ഫാത്തിമത്ത് സഹ്റയും നേടി. 27,841 പേരാണ് ഫാർമസി പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയത്. 24 കോഴിക്കോട്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക്
പ്രവേശിക്കുന്നു. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. മകൾ സിനിമയിലേക്ക് എന്ന സർപ്രൈസ് പുറത്തുവിട്ടത് മോഹൻലാൽ തന്നെയാണ്. വൈകുന്നേരം 5 മണിക്ക് ഫേസ്ബുക്കിലൂടെ തുടക്കം എന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പങ്കുവച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സിനിമയുമായുള്ള പ്രണയബന്ധത്തിന്റെ ആദ്യ കാൽവയ്പ് എന്നായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മകളുടെ ആദ്യ സിനിമ വിശ്വാസത്തോടെ തന്നെ ഏൽപ്പിച്ച ലാലേട്ടനെയും സുജിച്ചേച്ചിയെയും നിരാശപ്പെടുത്തില്ലെന്ന് ജൂഡ് ആന്റണി ജോസഫിന്റെ ഉറപ്പ്. അവകാശവാദങ്ങളൊന്നുമില്ലാത്തൊരു കുഞ്ഞു സിനിമയായിരിക്കുമെന്നും സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത് സിനിമയാണ് തുടക്കം. പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. ആശീർവാദിന്റെ ബാനറിൽ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളിൽ ഒരെണ്ണമൊഴികെ മറ്റെല്ലാം മോഹൻലാൽ നായകനായവയാണ്. പ്രണവ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച ആദിയാണ് മറ്റൊരു ചിത്രം. അതിലും മോഹൻലാലിന്റെ അതിഥി വേഷമുണ്ടായിരുന്നു. തുടക്കം എന്ന സിനിമയിലെ മറ്റഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ആരെന്ന ചർച്ച സമൂഹമാധ്യമങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ സർക്കാർ. ഗവർണറുടെ അധികാരപരിധി വ്യക്തമാക്കുന്ന പാഠഭാഗങ്ങളുടെ കരട് തയ്യാറായിട്ടുണ്ട്. അതിനിടെ ഗവർണറുടെ സുരക്ഷയ്ക്കുള്ള ഉദ്യോഗസ്ഥരെ അവസാന നിമിഷം മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റിയതിൽ രാജ്ഭവൻ സർക്കാരിനെ അതൃപ്തി അറിയിച്ചേക്കും. സംസ്ഥാനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരപരിധി, ചുമതലകൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ തയ്യാറായി. 10ാം ക്ലാസ് സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഭാഗത്താണ് ഗവർണറെക്കുറിച്ച് പറയുന്നത്. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിച്ചാകണമെന്ന് ഇതിൽ പറയുന്നു. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള സമീപകാല കോടതി വിധികളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി. പാഠപുസ്തകത്തിന്റെ 2ാം ഭാഗത്തിന് അംഗീകാരം നൽകാൻ കരിക്കുലം കമ്മിറ്റി വെള്ളിയാഴ്ച ചേരും. കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചാൽ ഈ അക്കാദമിക് വർഷം തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഗവർണറെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പഠിക്കും. ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റിയതുള്ള അതൃപ്തി രാജ്ഭവൻ നേരിട്ട് സർക്കാരിനെ അറിയിച്ചേക്കും. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കിയതെന്നാണ് സർക്കാർ വാദം. 24 തിരുവനന്തപുരം. ശിവഗംഗ കസ്റ്റഡി മരണ കേസിൽ അന്വേഷണം CBIക്ക് വിട്ടിരിക്കുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയും ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയുമാണ് തമിഴ്നാട് സർക്കാരിന്റെ ഈ തീരുമാനം. അതിനിടെ കൊല്ലപ്പെട്ട അജിത്തെ അതിക്രൂരമായി പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനമേറ്റതിനു പിന്നാലെയാണ് MK സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കം. കേസ് CBIക്ക് കൈമാറിയതായും അന്വേഷണത്തോട് സർക്കാർ പൂർണ്ണമായി സഹകരിക്കുമെന്നും MK സ്റ്റാലിൻ. മരിച്ച അജിത് കുമാറിന്റെ വീട്ടുകാരോട് സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ചു. സംഭവത്തിൽ പോലീസിന്റെയും സർക്കാരിന്റെയും സകല പ്രതിരോധങ്ങളെയും തകർത്തത് വഴിപോക്കനായ യുവാവ് പകർത്തിയ ഈ ദൃശ്യങ്ങളാണ്. അജിത് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആളൊഴിഞ്ഞ മൈതാനത്ത് വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. 30-ലധികം പാടുകളാണ് ദേഹത്തുള്ളതെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. അജിത്തിന്റെ മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും പോലീസ് മുളകുപൊടി തേച്ചു. പോലീസ് സ്പോൺസേഡ് കുറ്റകൃത്യമാണെന്നും വാടക കൊലയാളികൾ പോലും ഒരാളെ ഇങ്ങനെ മർദ്ദിക്കില്ലെന്നും കോടതി വിമർശിച്ചു. ജില്ലാ ജഡ്ജി ജോൺ സുന്ദർലാൽ സുരേഷിനാണ് കോടതി ഏർപ്പെടുത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ചുമതല. മോഷണം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്ഷേത്രത്തിലെ CCTV DVR പോലീസ് കൊണ്ടുപോയെന്ന ക്ഷേത്ര ഭാരവാഹി കോടതിയിൽ പറഞ്ഞു. എന്നാൽ പോലീസ് പിടിച്ചെടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇതില്ല. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസിൽ അറസ്റ്റിലായ 5 പോലീസുകാരെ മധുരൈ ജയിലിലേക്ക് മാറ്റി. ശിവഗംഗ SP ആശിഷ് റാവത്തിനെ ചുമതലയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിനായി ഇടപെട്ടുവന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം വീണ്ടും തള്ളി വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരവും വെടിനിർത്തലും രണ്ടാണെന്നും ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുവെന്ന വാദം S ജയശങ്കർ വീണ്ടും തള്ളി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഫോണിൽ സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം താനുമുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വെടിനിർത്തലും വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കനത്ത ആക്രമണമുണ്ടാകുമെന്ന് വാൻസ് പറഞ്ഞു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി മറുപടി നൽകി. കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ് ടൂറിസമാണ്. ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണമെന്നും S ജയശങ്കർ. ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പരാമർശം. UN രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ എത്തുന്നതിന് മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. 24 ഡൽഹി.
വിമാനത്തിൽ ബോംബ് ഭീഷണി സന്ദേശം എഴുതി വെച്ചെന്ന എയർ ഇന്ത്യ ജീവനക്കാരുടെ സംശയത്തെ തുടർന്ന് 5 ദിവസം സൗദി ജയിലിൽ കിടന്ന വിദ്യാർത്ഥിയും കുടുംബവും 10 ദിവസമായി നാട്ടിലെത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ്. റിയാദിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത്. നിരപരാധിത്വം തെളിഞ്ഞതിനെ തുടർന്ന് ലണ്ടനിൽ താമസക്കാരനായ 15-കാരനായ ദില്ലി സ്വദേശി മോചിതനായെങ്കിലും കേസിലെ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങി അവർ റിയാദിൽ തുടരുകയാണ്. ഇക്കഴിഞ്ഞ 22-ാം തീയതി ലണ്ടനിൽ നിന്നും ദില്ലിയിലേക്ക് പറക്കുകയായിരുന്ന എയർ ഇന്ത്യയുടെ AIC 114 നമ്പർ വിമാനത്തിലാണ് സംഭവം നടന്നത്. യാത്രാമധ്യേ വിമാനത്തിലെ ശുചിമുറിയിൽ ടോയ്ലറ്റ് പേപ്പറിൽ എഴുതിയ ബോംബ് ഭീഷണി അടങ്ങുന്ന സന്ദേശം എയറോസ്റ്റസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. ഇതേ തുടർന്ന് വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനം റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കുകയായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സന്ദർഭമായിരുന്നതിനാൽ സൗദി സുരക്ഷാ അധികൃതർ അതീവ ഗൗരവമായാണ് വിഷയം കൈകാര്യം ചെയ്തത്. സുരക്ഷാ അധികൃതർ എത്തി യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് മാറ്റുകയും നടപടിക്രമങ്ങൾ അനുസരിച്ച് പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും സ്ഫോടന വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല. ഈ സമയത്താണ് വിമാനത്തിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം യാത്ര ചെയ്ത വിദ്യാർത്ഥിക്കെതിരെ 2 എയർ ഹോസ്റ്റസുമാർ സംശയത്തിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചത്. ബോംബ് ഭീഷണി സന്ദേശം എഴുതിയത് വിദ്യാർത്ഥി ആയിരിക്കാമെന്നാണ് എയർ ഹോസ്റ്റസുമാർ സംശയം പ്രകടിപ്പിച്ചത്. വിമാനത്തിൻ്റെ ഏറ്റവും പിൻഭാഗത്തുള്ള ശുചിമുറിയിൽ നിന്നാണ് ബോംബ് ഭീഷണി എഴുതിയ ടിഷ്യൂ പേപ്പർ ലഭിച്ചതെങ്കിലും കുടുംബം ഇരുന്ന സീറ്റുകൾക്ക് തൊട്ടരികിലുള്ള മറ്റൊരു ശുചിമുറിയാണ് വിദ്യാർത്ഥി ഉപയോഗിച്ചിരുന്നത്. ഇക്കാര്യം കുട്ടിയോടൊപ്പം അടുത്ത സീറ്റുകളിൽ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ അറിയിച്ചെങ്കിലും എയർ ഹോസ്റ്റസുമാർ തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും വിദ്യാർത്ഥിക്ക് നേരെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സൗദി സുരക്ഷാ അധികൃതർക്ക് മൊഴി നൽകുകയുമായിരുന്നു. ഇതേ തുടർന്ന് സുരക്ഷാ അധികൃതർ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ജുവൈനൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. മാതാപിതാക്കളെ വിമാനത്താവളത്തിലെ ഹോട്ടലിലാണ് താമസിപ്പിച്ചത്. വിഷയത്തിൽ ഇന്ത്യൻ സ്ഥാനപതി സുഹൈൽ അജാസ് ഖാൻ അടിയന്തിരമായി ഇടപെടുകയും തുടർന്ന് ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വിഭാഗം കൗൺസിലർ വൈ സാബിർ, ജയിൽ വിഭാഗം അറ്റാഷെ രാജീവ് സിക്രി, സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിനിടയിൽ സൗദി സുരക്ഷാ സേന നടത്തിയ അന്വേഷണത്തിലും കുട്ടിയുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു. ഇതിനു പുറമെ സംഭവത്തിൽ കുട്ടിയുടെ പങ്ക് നേരിൽ കണ്ടിട്ടില്ലെന്നും സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും അറിയിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ച ജീവനക്കാരിൽ ഒരാൾ സൗദി അധികൃതർക്ക് രേഖാമൂലം നൽകിയ മൊഴിയും നിർണായകമായി. ഇതോടെ കഴിഞ്ഞ ശനിയാഴ്ച കുട്ടിയുടെ ജയിൽ മോചനം സാധ്യമായെങ്കിലും കുട്ടിയുടെ പേരിലുള്ള കേസ് വിമാനത്താവളത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇവർക്ക് നാട്ടിലേക്ക് തിരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സൗദി അധികൃതരുടെയും ഇന്ത്യൻ എംബസിയുടെയും നേതൃത്വത്തിൽ ഇതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ബ്രിട്ടനിൽ ശാസ്ത്രജ്ഞനായ ബാംഗ്ലൂർ സ്വദേശിയുടെ മകനാണ് വിമാന ജീവനക്കാരുടെ സംശയത്തിൻ്റെ പേരിൽ കൊടിയ ദുരിതത്തിന് ഇരയായത്. ഇക്കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി 5 ദിവസം ജയിലിൽ കിടന്നതിൻ്റെ മാനസിക ആഘാതത്തിലാണ് ഇപ്പോഴും. മധ്യവേനൽ അവധിക്കായി ലണ്ടനിൽ നിന്നും ദില്ലിയിലേക്ക് യാത്ര ചെയ്യവെയാണ് കുടുംബത്തിന് ദുരനുഭവം നേരിട്ടത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. ഈ വർഷത്തെ LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ സൈലം വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം. സൈലം PSCയിൽ പരിശീലനം നേടിയവർക്ക് 8 ജില്ലകളിലും ഒന്നാമതെത്തി. 2, 3, 4 സ്ഥാനങ്ങളിലുള്ളവർ ആദ്യത്തെ 10 റാങ്കിലുള്ള പലരും സൈലത്തിൽ പരിശീലനം നേടിയവരാണ്. 14 ജില്ലകളിൽ നിന്നായി ഏകദേശം 1500 പേർ മികച്ച വിജയം നേടി. ഇതോടെ മറ്റൊരു പരിശീലന സ്ഥാപനത്തിന് കൈവരിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം സൈലം PSC നേടി. ഈ വിജയം ആഘോഷിക്കുന്നതിനും വിജയികളെ അനുമോദിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1400ഓളം റാങ്ക് ജേതാക്കൾ പങ്കെടുത്തു. 8 ഒന്നാം റാങ്ക് ജേതാക്കൾക്ക് മുഖ്യാതിഥിയായ ചലച്ചിത്ര താരം ഭാവന സമ്മാനങ്ങൾ നൽകി. കോഴിക്കോട് ആശീർവാദ് ലോൺസിൽ നടന്ന പരിപാടിയിൽ സൈലം CEO ഡോക്ടർ S. അനന്തു, ഡയറക്ടർ ലിജീഷ് കുമാർ, അക്കാദമിക് ഹെഡ് മൻസൂർ അലി കപ്പുങ്കൽ, സീനിയർ ഫാക്കൽറ്റി ജെറിൻ ജോൺ, ബിസിനസ് ഹെഡുമാരായ അഭിജിത്ത്, ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.